Hi students, IQMLX വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് 10th സ്റ്റാൻഡേർഡിലെ റിയൽ നമ്പർ എന്ന ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു. തിയറം 1.3, തിയറം 1.4 ഡിസ്കസ് ചെയ്തു. റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5, റൂട്ട് 7 തുടങ്ങിയവ എങ്ങനെ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന കാര്യം പഠിച്ചു. ഇന്ന് നമ്മൾ അതിന്റെ കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച ചില കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചത് when we add two irrational numbers, the result will be either rational or irrational. നമ്മൾ രണ്ട് ഇറാഷണൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ റാഷണൽ നമ്പർ ആകാം, അല്ലെങ്കിൽ ഇറാഷണൽ നമ്പർ ആകാം. എക്സാമ്പിൾ, റൂട്ട് 2 ഒരു ഇറാഷണൽ നമ്പർ ആണ്, റൂട്ട് 3 മറ്റൊരു ഇറാഷണൽ നമ്പർ ആണ്. When we add root 2 and root 3, root 2 plus root 3 is irrational. Similarly, root 7 plus root 2 is irrational. എന്നാൽ root 5 plus minus root 5, which will be 0. 0 is a rational number. അപ്പോൾ when we add two irrational numbers, the result will be either rational or irrational. Same ആണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴും. The result will be either rational or irrational. When we multiply two irrational numbers, the result will be either rational or irrational. Example, root 2 into root 3 is equal to root 6. Root 3 into root 5 is equal to root 15. ഇവിടെ നമുക്ക് റൂട്ട് 2 റൂട്ട് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പ്രൊഡക്റ്റ് കിട്ടിയത് റൂട്ട് 6 ആണ്. റൂട്ട് 6 ഇറാഷണൽ ആണ്. അനദർ എക്സാമ്പിൾ, റൂട്ട് 3 into റൂട്ട് 3. റൂട്ട് 3 ഇറാഷണൽ ആണ്, ഇതും ഇറാഷണൽ ആണ്. ബട്ട് ദി റിസൾട്ട് ഈസ് 3, വിച്ച് ഈസ് റാഷണൽ. റൂട്ട് 5 into റൂട്ട് 5 is 5, which is rational. So we can conclude, when we multiply two irrational numbers, the result will be either rational or irrational. ഇനി നമുക്ക് രണ്ട് ഇറാഷണൽ നമ്പേഴ്സിന്റെ ഡിവിഷൻ നോക്കാം. എക്സാമ്പിൾ, റൂട്ട് 6 by റൂട്ട് 2. റൂട്ട് 6നെ നമുക്ക് റൂട്ട് 3 into റൂട്ട് 2 എന്ന് എഴുതാം, ബൈ റൂട്ട് 2. റൂട്ട് 2 റൂട്ട് 3 ക്യാൻസൽഡ്, ആൻസർ ഇസ് റൂട്ട് 3. അതായത് ഒരു ഇറാഷണൽ നമ്പറിനെ മറ്റൊരു ഇറാഷണൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഇറാഷണൽ നമ്പറാണ് കിട്ടിയത്. അഗൈൻ, റൂട്ട് 5 by റൂട്ട് 5 ഈക്വൽ ടു 1. ഇവിടെ ഒരു ഇറാഷണൽ നമ്പറിനെ മറ്റൊരു ഇറാഷണൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു റാഷണൽ നമ്പറാണ് കിട്ടിയത്. സോ ദി കോഷ്യന്റ് ഓഫ് ടു ഇറാഷണൽ നമ്പേഴ്സ് മേ ബി റാഷണൽ ഓർ ഇറാഷണൽ. ഇനി നമുക്ക് ഒരു റാഷണൽ നമ്പരും ഒരു ഇറാഷണൽ നമ്പരും തമ്മിലുള്ള ഓപ്പറേഷൻ നോക്കാം. ഇത് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. എക്സാമ്പിൾ, 2 plus റൂട്ട് 7. 2 ഒരു റാഷണൽ നമ്പറാണ്, റൂട്ട് 7 ഒരു ഇറാഷണൽ നമ്പറാണ്. സോ 2 plus റൂട്ട് 7 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. 0 plus റൂട്ട് 5. 0 plus റൂട്ട് 5 is equal to റൂട്ട് 5. ഇത് ഒരു ഇറാഷണൽ ആണ്. അപ്പോൾ ഒരു റാഷണൽ നമ്പരും ഒരു ഇറാഷണൽ നമ്പരും കൂടെ ആഡ് ചെയ്യുമ്പോഴോ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ നമുക്ക് എപ്പോഴും ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ, റൂട്ട് 2 into 2 is equal to 2 root 2. 3 into root 5 is equal to 3 root 5.
അപ്പോൾ ഒരു റാഷണൽ നമ്പറിനെ ഇവിടെ ഒരു ഇറാഷണൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്കൊരു ഇറാഷണൽ നമ്പറാണ് കിട്ടിയത്. എന്നാൽ 0 into √7 0. അപ്പോൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാഷണൽ ആണ് കിട്ടുന്നത്. സോ വി ക്യാൻ കൺക്ലൂഡ് ദി പ്രൊഡക്റ്റ് ഓഫ് എ നോൺ സീറോ റാഷണൽ നമ്പർ ആൻഡ് ആൻ ഇറാഷണൽ നമ്പർ ഈസ് ഇറാഷണൽ. 0 വന്നു കഴിഞ്ഞാൽ 0 വരും, അത് റാഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയണം ദി പ്രൊഡക്റ്റ് ഓഫ് എ നോൺ സീറോ റാഷണൽ നമ്പർ ആൻഡ് ആൻ ഇറാഷണൽ നമ്പർ ഈസ് ആൾവേസ് ഇറാഷണൽ. ഇതേ റൂൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് 10th സ്റ്റാൻഡേർഡിൽ നമുക്ക് ചില നമ്പേഴ്സ് തന്നിട്ട് അത് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബേസ് ഒന്ന് പറഞ്ഞത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രൂവ് ദാറ്റ് 2 plus √5 is irrational. Our question is prove that 2 plus √5 is irrational. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ √2, √3, √5, √7 ഇവയൊക്കെ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് കോൺട്രഡിക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്തത്. സെയിം മെത്തേഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. Let us assume 2 plus √5 is rational. If 2 plus √5 is rational, then we can express 2 plus √5 in the p by q form, where p and q are co-prime integers and q not equal to 0. നമുക്ക് 2നെ അപ്പുറത്തുണ്ടാവും RHSലേക്ക്. സോ p by q minus 2 is equal to p minus 2q by q, which is again in rational form, which is a contradiction because we know √5 is irrational. We can't express an irrational number in p by q form. So our assumption is wrong. We can conclude 2 plus √5 is irrational. Another question. Prove that 2 √3 is irrational. We will do the same method. We will assume 2 plus √3 is rational. So we can express 2 √3 in the form p by q, where p and q are co-prime integers and q not equal to 0. When we cross multiply, √3 is equal to p by 2q. We know √3 is irrational, but p by 2q is in rational form. We can't express an irrational number in p by q form. So, which is a contradiction to our assumption. Our assumption was 2 √3 is equal to p by q. So 2 √3 is not rational. We can conclude 2 √3 is irrational. ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ടെക്സ്റ്റിലുണ്ട്. എക്സസൈസുകൾ നോക്കുക, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് 2 by √7 is irrational. ഇത് നമുക്ക് ചെയ്യുന്നതിന് 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ റാഷണലൈസ് ദി ഡിനോമിനേറ്റർ പഠിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ റാഷണലൈസ് ചെയ്യുന്നു. നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 √7 by 7 കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. അസ്യൂം 2 by √7 ഈസ് റാഷണൽ. സോ 2 by √7 നമുക്ക് p by q ഫോമിൽ എഴുതുവാൻ പറ്റും, വേർ p and q are
co-prime integers and q not equal to 0. 2 by root 7 പകരം 2 root 7 by 7 is equal to p by q. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ root 7 is equal to 7p by 2q എന്ന് കിട്ടും. 7p by 2q എന്ന് പറയുന്നത് റാഷണൽ ഫോമാണ്. റൂട്ട് 7 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്. സോ ഇറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. സോ വി ക്യാൻ സേ our assumption is wrong. That is 2 by root 7 is not rational. We can conclude 2 by root 7 is irrational. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുമുണ്ട്, ഒക്കെ ചെയ്ത് നോക്കുക. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് റിവിഷൻ ക്ലാസ്സുകളിൽ ചെയ്യാം. അടുത്ത പോർഷനിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാം. എല്ലാവരും തുടർന്നുള്ള വീഡിയോസ് കൂടി കാണുക. IQMLX എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും തുടർന്നുള്ള വീഡിയോസ് കാണുക. പ്രീവിയസ് ക്ലാസ്സുകൾ കാണാത്തവർ പ്രീവിയസ് ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒക്കെ കാണുക. നന്നായി പഠിക്കുക. ഓക്കെ.